The tricky math world to make your mathematics easy. ഹായ് ഐ എം ജയശ്രീ. വെൽക്കം ടു ദ ട്രിക്കി മാത്ത് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഈസി ട്രിക്സിനെ കുറിച്ചാണല്ലോ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിവിഷൻ ആയാലോ? അതായത് ചതുഷ്ക്രിയകളിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ടഫായിട്ട് തോന്നുന്നത്, കുട്ടികൾക്ക് കുറച്ച് ടഫായി തോന്നുന്നത് ഈ ഡിവിഷൻ എന്നുള്ള ഭാഗമാണെന്ന് തോന്നുന്നു. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതാണല്ലോ നമ്മുടെ ചതുഷ്ക്രിയകൾ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കുറച്ച് പ്രയാസം ചെയ്യാൻ തോന്നുന്നത് ഡിവിഷനാണ്. ആ ഡിവിഷന് നമുക്ക് ഈസി ആയിട്ട് ട്രിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കില്ലേ? സാധിക്കും. അപ്പോൾ നമുക്ക് ഡിവിഷൻ്റെ ഈസി ട്രിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നോക്കൂ, 237 ഡിവിഷൻ 5 ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 5 കൊണ്ടുള്ള ഡിവിഷനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നോക്കൂ, 5 കൊണ്ട് നമ്മളിപ്പോൾ സാധാരണ ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ എങ്ങനെ ചെയ്യാം നോക്കാം. നമുക്ക് 237 5 ഇവിടെ വരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്? ഫസ്റ്റിലുള്ള ഡിജിറ്റിൽ ഈ 5 എത്ര തവണ പോകും? 2വിൽ എന്തായാലും പോവില്ല, ഉറപ്പാണല്ലോ. 2 എന്ന് പറയുന്നത് 5നേക്കാട്ടിലും ചെറിയ നമ്പറാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് നോക്കും? അതിനോടുകൂടി നെക്സ്റ്റ് ഡിജിറ്റും കൂടി ആഡ് ചെയ്തിട്ട് 23ൽ എത്ര തവണ പോകും നോക്കും. 23 ഏതായാലും 5നേക്കാട്ടിലും വലുതാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലി നോക്കാം 5ൻ്റെ. അപ്പോൾ എത്ര കിട്ടും? 4 5s are 20 എന്ന് കിട്ടും. ഇനി ഇവിടെ റിമൈൻഡർ 3ൽ നിന്ന് 0 പോയാൽ 3 വന്നു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഏതാണോ ഡിജിറ്റുള്ള നമ്പർ ഉള്ളത് അത് ഇങ്ങോട്ട് ഇറക്കിയിടുന്നു, താഴേക്ക് ഇറക്കിയിടുന്നു. 37 ആയി. ഇനി 37ൽ 5 എത്ര തവണ പോകും നോക്കും. 37ൽ 7 5 are 35. ദെൻ റിമൈൻഡർ ഇവിടെ എത്ര വന്നു? 2 വന്നു. ഇനി നമ്മൾ 2വിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യും. ഇവിടെ 0 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു പോയിന്റ് ഇടും. ഇനി ഇപ്പോൾ 20 ആയി. 20ൽ 5 എത്ര തവണ പോകും നോക്കുക. അതായത് 4 5s are 20. ദെൻ റിമൈൻഡർ 0 വന്നു. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് എത്ര വന്നു, അല്ലെങ്കിൽ ഹരണഫലം എത്ര വന്നു? 47.4. ഇതാണ് ഹരണഫലം. ഇനി ഞാനൊരു ഈസി ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് നോക്കൂ. 237 by 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ബൈ 5. ഇതിൻ്റെ അർത്ഥം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തന്നെയാണല്ലോ. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിട്ടുള്ള ഈ മുകളിലുള്ള സംഖ്യയെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 2 into 7, that is 44. Then balance 1. Then 2 into 3, 6. 6 plus 1, 7. 2 into 2, 4. ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് ഈ സംഖ്യ കിട്ടി. ഇനി നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതിന് ശേഷം നമ്മൾ ഒരു സ്ഥാനം വലത് ഭാഗത്ത് നിന്ന് നീക്കി പോയിന്റ് ഇടണം. അതായത് 47.4. നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോഴും കിട്ടിയത് ഇതേ ആൻസർ തന്നെയാണ്. ഇത് ഈസി മെത്തേഡായിട്ടുള്ള ഈ രീതിയിൽ ചെയ്തപ്പോഴും നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി. ഇവിടെ നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നേ ഇല്ല, നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. ഡിവിഷനാണല്ലോ നമുക്ക് പ്രയാസമുള്ളത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് ഈ ആൻസർ കിട്ടുന്നത്. നമുക്ക് 5 കൊണ്ട് ഒരു നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പറിനെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു സ്ഥാനം നീക്കിയിട്ട് ആ പോയിന്റ് ഇടുക. ഒരു ഡെസിമൽ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 47.4. ഇതൊരു ഈസി മെത്തേഡായിട്ട് തോന്നുന്നില്ലേ? നെക്സ്റ്റ് ഞാനിവിടെ ഒരു കുറച്ചും കൂടി വലിയൊരു നമ്പറാണ് എഴുതിയിട്ടുള്ളത്, 3528. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? നോക്കാം. ഇൻറ്റു 2 വരും. അപ്പോൾ എത്ര വരും? 2 into 8, 16. 6 എഴുതി, ബാലൻസ് 1. ദെൻ 2 into 2, 4. 4 plus 1, 5. Then 2 into 5, 10. 10 0 ഇട്ടു, ബാലൻസ് 1. 2 into 3, 6. 6 plus 1, 7. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാനുള്ളത്? ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടണം. അതായത് ഇവിടെ നമുക്ക് പോയിന്റ് ഇടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 705.6. ദെൻ ഒരെണ്ണം കൂടി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അതിലും കൂടി കുറച്ച് വലിയൊരു സംഖ്യ. അതായത് 58,342. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ?
that is equal to 2 into 2, 4, 2 into 4, 8, 2 into 3, 6, 2 into 8, 16. 16 is 6 എഴുതി, then balance 1, 2 into 5, 10, 10 plus 1, 11. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ്, that is equal to 11,668.4. അപ്പോൾ 5 കൊണ്ടുള്ളതിൻ്റെ ഈസി മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ഒരു സ്ഥാനം വലതുഭാഗത്ത് നിന്ന് നീക്കിയിട്ട് പോയിന്റ് ഇടാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ 25 കൊണ്ടുള്ള ഡിവിഷനാണ്. നോക്കൂ, നമ്പർ 423 ഡിവൈഡഡ് ബൈ 25. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഈസി മെത്തേഡ് എന്താണ്? നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ നമ്പറിനെ അതേ സ്ഥാനത്ത് 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ ഇൻറ്റു 4 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 into 3, that is 12. 2 എഴുതി, ബാലൻസ് 1, then 4 into 2, 8, 8 plus 1, 9, 4 into 4, 16. 1692. ഇനി ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടതിന് പകരം ഇവിടെ 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടണം. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് 2 നമ്പേഴ്സ് നീക്കി 2 ഡിജിറ്റ് നീക്കിയിട്ട് ഇവിടെ പോയിന്റ് വരും. ദാറ്റ് ഈസ് 16.92. ഇതാണ് ആൻസർ. ഇനി ഒരു 4 ഡിജിറ്റ് നമ്പർ നമുക്ക് എടുത്ത് നോക്കാം. 3216 ബൈ 25. എന്ത് ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ഇൻറ്റു 4, ദാറ്റ്സ് ഈക്വൽ ടു 4 into 6, 24, 24 into 4, then balance 2, then 4 into 1, 4, then 4 plus 2, 6, then 4 into 2, 8, 4 into 3, 12. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഡിജിറ്റ്സ് നീക്കിയിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ ഇത് വന്നു. ഓക്കെ, ദെൻ ഒരു 5 ഡിജിറ്റ് നമ്പറും കൂടി നമുക്ക് എടുത്ത് നോക്കാം. 42,826 ബൈ 25. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? നോക്കൂ, ഇൻറ്റു 4, ദാറ്റ്സ് ഈക്വൽ ടു 4 into 6, 24, then 4, balance 2, 4 into 2, then 8, 8 plus 2, 10, 0 വന്നു, balance 1, then 4 into 8, that is 32, 32 plus 1, 33, 3 നമ്മളിവിടെ എഴുതി, ബാലൻസ് 3 എഴുതുന്നു, then 4 into 2, 8, 8 plus 3, 11, 11ൻ്റെ 1 അവിടെ എഴുതി, ബാലൻസ് 1 ഇവിടെ എഴുതുന്നു, 4 into 4, 16, 16 plus 1 is equal to 17. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് നീക്കിയിട്ട് പോയിന്റ് ഇടണം. മീൻസ് പോയിന്റ് ഇവിടെ വരുന്നു, ദാറ്റ് ഈസ് 1713.04. അപ്പോൾ 25ൻ്റെ ഡിവിഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രേ ചെയ്യാവുള്ളൂ. തന്നിട്ടുള്ള നമ്പറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് നീക്കിയിട്ട് പോയിന്റ് ഇടുക. ഈസി മെത്തേഡാണല്ലോ. നെക്സ്റ്റ് ഇവിടെ 125 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഡിവിഷൻ വരുന്നില്ല, മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ അല്ലേ? ഡിവിഷന് പകരം നോക്കാം. നമ്മൾ 5 കൊണ്ടായപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 25 ആയപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 125 ആകുമ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. നോക്കാം, ഇൻറ്റു 8 ആണ് ചെയ്യേണ്ടത്. 8, then 8 into 0, 0, then 8 into 5, 40, 40ക്ക് 0 ഇട്ടു, ബാലൻസ് 4, then 8 into 7, 56, 56 plus 4, that is 60. ഇനി ഇവിടെ പോയിന്റ് ഇടുമ്പോൾ ലേശം മാറ്റുണ്ട് അല്ലേ? അത് നമ്മൾ ഒരു ഡിജിറ്റ്, അത് കഴിഞ്ഞ് 2 ഡിജിറ്റ്, ഇവിടെ നമ്മൾ 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. അതായത് 1, 2, 3 ഇവിടെയാണ് വരുന്നത്. 6.000 എന്ന് പറഞ്ഞാൽ എത്രയാ? 6. ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് അടുത്ത നമ്പർ ഇതാ, 1252 ഡിവൈഡഡ് ബൈ 125. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ഇൻറ്റു 8. നോക്കാം, 8 into 2, 16, 16 is 6, then balance 1,
then 8 into 5 40, 40 plus 1 41, 41 1 എഴുതി, then 4 ഇവിടെ എഴുതി, 8 into 2 that is 16, 16 plus 4 20, 20ക്ക് 0 എഴുതി, then balance 2 ഇവിടെ എഴുതി, then 8 into 1 8, 8 plus 2 10. ഇനി 3 ഡിജിറ്റ് നീക്കിയിട്ട് പോയിന്റ് ഇടുക, ദറ്റ് ഈസ് പോയിന്റ് ഇവിടെ വരും അല്ലേ, ദറ്റ് ഈസ് ഈക്വൽ ടു 10.016. അതും കഴിഞ്ഞപ്പോൾ ഇനി ഒരു നമ്പറും കൂടി ഇവിടെ ഉണ്ട്, ഒരു 5 ഡിജിറ്റ് നമ്പറാണ്, ദറ്റ് ഈസ് 83,541 ഡിവൈഡഡ് ബൈ 125. നോക്കാം, ഇൻറ്റു 8, ദെൻ 8 into 1 8, 8 into 4 32, ദെൻ 2 ഇവിടെ എഴുതി, 3 മോളിൽ എഴുതി, ദെൻ 8 into 5 ദറ്റ് ഈസ് 40, 40 plus 3 43, ദെൻ 4 balance, then 8 into 3 24, 24 plus 4 28, 8 എഴുതി, then balance 2, then 8 into 8 64, 64 plus 2 that is 66. ഇനി മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു, ഇനി 3 ഡിജിറ്റ് നീക്കിയിട്ട് പോയിന്റ് ഇടാം, ഇങ്ങനെ വരുന്നു, that is equal to 668.328. അപ്പോൾ ഇങ്ങനെയുണ്ട് ഈ മെത്തേഡ്. 5 കൊണ്ട് 25 കൊണ്ട് 125 കൊണ്ട് ഈസി ആണല്ലോ അല്ലേ. നമ്മളവിടെ ഡിവിഷൻ ചെയ്യുന്നേ ഇല്ല, ഡിവിഷൻ ബുദ്ധിമുട്ടുള്ള വർക്കാണ്, ഇതൊക്കെ ഈസി ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ അറിയുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ്റെ ടേബിൾ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 12 വരെ നമ്മൾ ശരിക്കും പഠിച്ചിരിക്കുക തന്നെ വേണം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിന് വേറെ മാർഗ്ഗമൊന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ്റെ ടേബിൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. മാത്സ് പഠിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ടേബിൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞാൽ നമുക്ക് ഈ ഡിവിഷനും ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫൈവ് കൊണ്ടുള്ള ഒരു ഡിവിഷൻ വന്നപ്പോൾ നമ്മൾ 2 സ്ഥാനം നീക്കി, 1 സ്ഥാനം നീക്കിയിട്ടാണ് പോയിന്റ് ഇട്ടത്. ദെൻ 25 കൊണ്ടുള്ള ഡിവിഷൻ വന്നപ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. 125 കൊണ്ട് വന്നപ്പോൾ ദെൻ 3 സ്ഥാനം നീക്കിയിട്ടാണ് പോയിന്റ് ഇട്ടത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ പോയിന്റ് ഇടുന്നത് ശ്രദ്ധിച്ചാൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് പോയിന്റ് ഇടുന്ന സ്ഥാനങ്ങൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ 5, 25, 125 എന്നീ നമ്പേഴ്സ് കൊണ്ടുള്ള ഡിവിഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിനുള്ള ഈസി മെത്തേഡ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ ചെയ്ത ഈ 2-3 ഇതല്ലാതെ, കാൽക്കുലേഷൻസ് അല്ലാതെ നിങ്ങൾ വീണ്ടും വേറെ നമ്പേഴ്സ് എടുത്ത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കിത് വളരെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് ഇടാം. ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.